ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ഇലയപ്പമാണ്. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഇലയപ്പം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് ഇച്ചിരി ചൂടുവെള്ളവും ഉപ്പും ഇട്ട് നമുക്കത് കുഴച്ചെടുക്കാം. നമുക്ക് ഈ പൊടിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അല്പമായിട്ട് കുഴച്ചെടുക്കാം. ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കണേ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കുന്നത് നമ്മുടെ ഇലയിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരാനും ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ്. നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തേങ്ങയും ശർക്കരയും ഇട്ട് ഇനി ഒരു സ്പൂൺ ചുക്ക് പൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒരു ഇലയിലോട്ട് പരത്തി വെക്കാം. ഇല ഞാൻ വാട്ടിയാണ് എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോവും. ഇലയിലോട്ടിട്ട് ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൂടെ വെച്ചേക്കണം, കാരണം നമ്മുടെ കയ്യിൽ ഈ മാവ് ഒട്ടും. അപ്പോൾ അതിൽ തൊട്ട് വേണം നമ്മളിങ്ങനെ എന്നിട്ട് പരത്താൻ. നല്ലോണം പരത്തി ഇനി നമുക്ക് ഫില്ലിങ് ഇവിടെ അതിനകത്തോട് ചേർക്കാം. ഈ ശർക്കര ഞാൻ ചിരണ്ടി എടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല ശർക്കരയായിട്ട് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഇപ്പം അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നമുക്കതൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ചേർത്തൊന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ട് തേങ്ങയായിട്ട് മിക്സ് ചെയ്താൽ ഇതൊന്ന് അടയ്ക്കും. അങ്ങനെ നമുക്ക് എല്ലാം റെഡിയാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ ഇലയപ്പം എല്ലാം പരത്തി അതിനകത്ത് ഫില്ലിംഗ് എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ 5 ഇലയപ്പം ഉണ്ടാക്കാനാണ് മാവ് ഒഴിച്ചത്. ഇനി നമുക്ക് ഇത് ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടി വെച്ച് ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇഡലിക്കുട്ടകത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഗ്യാസ് കത്തിച്ച് നമ്മൾ ഇഡലിക്കുട്ടം അങ്ങോട്ട് വെച്ച് ഇനി നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഇലയപ്പം പറക്കി ഇതിലോട്ട് വെക്കാം. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒന്ന് വേവട്ടെ. നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ ഇലയപ്പം ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ഗോതമ്പിൻ്റെ ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോതമ്പ് ഇലയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്